ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കുറേ തവണ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ 10,000 രൂപ തരാം, 10,000 രൂപ തരാം, ഇതൊരു ചാലഞ്ച് വീഡിയോ ആണെന്നൊക്കെ. ശരിയാണ്, ഞാൻ KFC ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ട് 8 പീസിൻ്റെ ഒരു ബക്കറ്റ് മേടിച്ചിട്ട് പോവാണ്. എൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവർ ജയിച്ചാൽ അവർക്ക് സമ്മാനം തരാം. അങ്ങനെ ഈ പോകുന്ന എനിക്ക് ശരിക്കും എന്താ ഈ വീഡിയോയിൽ പറ്റിയത് നിങ്ങൾ കാണുക. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ വീടെത്തി. ഇനി വീട്ടിനകത്ത് കയറി എനിക്ക് എൻ്റെ ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. എനിക്ക് എല്ലാ യൂട്യൂബേഴ്സിനും പോലെ വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ചെറിയൊരു തട്ടിക്കൂട്ട് എൻ്റെ റൂമിൽ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോയിട്ട് ഈ ചാലഞ്ചിൻ്റെ റൂൾസും റെഗുലേഷൻസും എന്തൊക്കെയാണെന്ന് ഞാൻ അകത്ത് ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോവാം. സോ ഗൈസ്, ഇത് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു ടൈമറാണ്. ഇവിടെ എൻ്റെ കോള ഒഴിക്കാനുള്ള ഗ്ലാസും സെർവിങ് പ്ലേറ്റ്സും സോസും കോളയും ഇതാണ് KFC. സോ ഇതൊക്കെയാണ് ചെറിയൊരു പരിപാടി. ഇനി ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യുക. ബാക്കി കാര്യം ക്യാമറ സെറ്റ് ചെയ്ത് എൻ്റെ ചിക്കനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ പരിപാടികൾക്ക് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ ഗൈസ്, ഇവിടെ വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരിപാടി എത്രത്തോളം സെറ്റ് ആവുന്നില്ല എന്ന് എനിക്കറിയില്ല, എത്ര വേണ്ടി തീർക്കാൻ പറ്റും ഒന്നും എനിക്കറിയില്ല. സോ ആദ്യം നമുക്ക് നമ്മുടെ മാൻഡേറ്ററി ക്യാപ്പ് വയ്ക്കാം. സോ നമ്മുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പരിപാടി പറഞ്ഞത്. സോ ആദ്യം നമുക്ക് KFC വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ KFC. അപ്പോൾ ഈ KFCക്ക് നമുക്ക് 8 പീസസാണുള്ളത്. 8 ബിഗ് പീസാട്ടോ, സ്ട്രിപ്സോ വിങ്സ് അങ്ങനെ ഒന്നുമില്ല. 8 പീസും ബിഗ് പീസാണ്. അല്ല ചെറുതും വലുത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റാപ്പ് മാത്രമേ പൊളിച്ചിട്ടുള്ളൂ. ഞാൻ നല്ല തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എത്ര പീസ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നും അതിൽ 8 പീസ് നമ്മൾ എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം, അതാണ് എൻ്റെ ഈ സ്റ്റോപ്പ് വാച്ച് പറയുന്നത്. ഈ സ്റ്റോപ്പ് വാച്ചിൻ്റെ അകത്ത് എത്ര മിനിറ്റിൽ നമ്മൾ കഴിച്ചു തീർക്കുന്നു, ആ മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 10,000 റുപ്പീസ് ഞാൻ തരും. എനിക്ക് വേറെ ആരുമല്ല എന്നെ ഫണ്ട് ചെയ്യുന്നത്. ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ, KFCയോ ആരും പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഓക്സിജനോ മൈജിയോ ഒന്നും അല്ല എനിക്ക് ക്യാഷ് തരുന്നത്. സോ ഇത് ഫസ്റ്റ് ടൈം ഡൂയിങ് എ ചാലഞ്ച് വീഡിയോ. ഞാൻ കുറേ നോക്കുമ്പോൾ KFC ചാലഞ്ച് നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക ചാലഞ്ചസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് ഞാൻ പറയുന്ന എൻ്റെ ഒരാളെന്ന് പറഞ്ഞാൽ മാറ്റ് സ്റ്റോണിയാണ്. എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് അറിയാം. സോ ദിസ് ഇസ് മാറ്റ് സ്റ്റോണി. ഈ മാറ്റ് സ്റ്റോണിയെ ഞാൻ പണ്ടേ ഭയങ്കര ഫോളോയിങ് ആയിരുന്നു. ഹി ഹാസ് എ ലോട്ട് ഓഫ് വീഡിയോസ്, ലൈക്ക് കുറേ വീഡിയോസ് പുള്ളിയുടെ തന്നെ ഉണ്ട്. സോ ഈ വീഡിയോയിൽ നിന്നും എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഈ സ്പൈസി നൂഡിൽ ചാലഞ്ച്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇതാദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഞാനൊരു ചലഞ്ച് വീഡിയോ ഇടുകയാണ്. ചലഞ്ച് വീഡിയോ ഈസ് ഓപ്പൺ ഫോർ എനി വൺ. Whoever is in this world, it's open for anyone who is seeing my video. 10,000 rupees is guaranteed, and if anybody is winning, ഞാൻ ആ 10,000 കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഈ ചാനലിലും അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിടും. സോ നമുക്ക് ആദ്യം ഇത് പൊളിച്ച് നമുക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് ചിക്കൻ. ഇതേ കണ്ടോ, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. 2 സോസ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു അവരുടെ സിഗ്നേച്ചർ നാച്ചുറലി സോസും ഉണ്ട്, അതുപോലെ സാധാ നോർമൽ മയോ ഉണ്ട്. അപ്പോൾ ഈ 2 സോസ്, ഈ 2 മയോസ് നമുക്ക് വയ്ക്കാം. പിന്നെ സോസ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഐ ഡോണ്ട് യൂസ് ടൊമാറ്റോ സോസ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് ഇത് ഞാൻ റാപ്പ് പൊട്ടിച്ചിട്ടില്ല. എനിക്കിത് ഇനി തുറന്ന് നോക്കണം ഇതിനകത്ത് എത്ര പീസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിനി സെർവിങ് പ്ലേറ്റ് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ സെർവിങ് പ്ലേറ്റ്. അൺറാപ്പ് ചെയ്യട്ടെ. ഓക്കെ, സോ ഇതാണ് ഞാൻ അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിത് കാണാം. സോ ഇതിൻ്റെ അകത്താണ് ഇത്രയും പീസ് ഉള്ളത്. 8 പീസാണുള്ളത്. എൻ്റെ ബാഗ് നമ്പർ 8 ആട്ടോ. ആക്ച്വലി അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ചാനലിൽ തന്നെ. സോ 8 ഈസ് ഓൾവേസ് മൈ ലക്കി നമ്പർ. അത് 8 പീസും കറക്റ്റായിട്ട് ചിക്കനിൽ നിന്ന് മേടിക്കാനും പറ്റി ഓഫറിൽ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പീസാണെന്ന് നോക്കാം. ചെറിയ പീസാട്ടോ, ഒട്ടും വലുപ്പമില്ല. സോ ഫസ്റ്റ് ഒരു നോർമൽ പീസാണ്. ഇത് വിങ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഒരു ബിഗ് ജൈൻറ്റാറ്റിക് പീസാണ്. അപ്പോൾ അത് പിന്നെ അതുപോലെ പിന്നെയും ഇതെല്ലാം വലിയ പീസാണല്ലോ ദൈവമേ. പിന്നെ അതേ ഒരു ലെഗ് പീസ് ഉണ്ട്. സോ ദീസ് ആർ ഭയങ്കര ചൂടുണ്ട് എല്ലാത്തിനും. ഇവൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇവൻ്റെ എല്ലാത്തിനും നല്ല അതിൻ്റേതായിട്ട് ചൂടുണ്ട് കേട്ടോ. പിന്നെയും ഒരു ജൈഗാൻറ്റിക് പീസാണ്. പിന്നെ വരുന്നത് ഒരു വിങ്സ്. സോ ഐ ഗെസ് നമുക്ക് ടോട്ടൽ 8 പീസസാണ് വരുന്നത്. 1 2 3 4 5 6 7 പീസോ? ഒരു പീസ് എവിടെ പോയി? ഗൈസ്, 8 പീസാണല്ലോ പറഞ്ഞത്. ഒരു പീസ് എവിടെയോ പോയി? എനിക്ക് തോന്നുന്നു മമ്മയുടെ ബോക്സിലാണെന്ന് തോന്നുന്നു ഒരു പീസ്. ഞാനത് പോയി തപ്പിയെടുക്കട്ടെ. അത് പോയി തപ്പിയെടുത്തിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് ആ 8ാമത്തെ പീസ്. ഇതൊരു ലെഗ് പീസാണ്. ആക്ച്വലി KFC
ദിസ് ഈസ് ആക്ച്വലി ഹൊറിബിൾ. കാരണം ഞാൻ 16 പീസാണ് ഓർഡർ ചെയ്തത്, എനിക്ക് 15 പീസ് തന്നിട്ടുള്ളൂ. ഇതെൻ്റെ പാവം എൻ്റെ മമ്മയ്ക്ക് ഞാൻ കൊടുത്ത 8 പീസ് ബോക്സിൻ്റെ അതിന് എടുത്തുകൊണ്ട് വന്നതാണ്. സോ ഐ ഡോണ്ട് നോ വൈ കൗണ്ട് തെറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൽ ഓൾറെഡി 7 പീസ് ഇതിലുണ്ടായിരുന്നുള്ളൂ, ആൻഡ് ഒരു പീസ് ഞാൻ മമ്മയുടെ എടുത്തുകൊണ്ടായിരുന്നു. ബിക്കോസ് 8 വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ ഇതിൽ ടോട്ടൽ ഇപ്പോൾ 8 പീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കാണിച്ചു തരാം. എന്താ വരുന്നത്? സോ ഗൈസ്, ഇതിൽ ഒരു ലെഗ് പീസ്, ഇതൊരു ലെഗ് പീസ്. സോ 2 പീസസ്. ഇത് 3, 4, 5, 6, 7 ആൻഡ് 8. സോ ടോട്ടൽ 8 പീസ് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ സ്വെറ്റിംഗ് ആണ്. ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സ്വെറ്റിങ്ങിൻ്റെ ആളാണ്. സോ ഞാൻ കുറച്ച് നേരം ഇരുന്നവരെ ഞാൻ സ്വെറ്റ് ചെയ്യും. സോ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഈ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് കോളൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ചലഞ്ച് തുടങ്ങാം, സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ട്. ഓക്കെ, സോ ഗൈസ് അങ്ങനെ കണ്ടല്ലോ 8 പീസസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ 8 പീസസിനോട് കോളയും കൂടെ വേണമല്ലോ കുടിക്കണം, കാരണം നമുക്ക് ഡൈജഷൻ വേണം. അങ്ങനെ ഞാനൊരു ഡയറ്റ് കോക്കാണ് മേടിച്ചിട്ടുള്ളത്, നമുക്കത് ഒഴിക്കാം. ഓക്കെ, സോ ഇനി ഡയറ്റ് കോക്ക് ഒഴിക്കാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഡയറ്റ് കോക്ക്. ഇതിൽ ഒഴിക്കുകയാണ്. കുറച്ചും കൂടെ കൂടട്ടെ അല്ലേ? ആവശ്യം നമുക്ക് പിന്നെ ഒഴിക്കാം, ഇത് വേസ്റ്റ് ചെയ്യല്ലോ. ഓക്കെ, സോ നമുക്കിനി പരിപാടി തുടങ്ങാം. പരിപാടി തുടങ്ങുമ്പോൾ ഈ സോസൊക്കെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കട്ടില്ല, നമുക്ക് അതിന് സമയം പോകും. വെറുതെ എന്തിനാ എൻ്റെ 10,000 വേറെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണം അല്ലേ? എവിടെ എങ്ങനെയല്ലേ? സോസൊക്കെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. സോ ഫസ്റ്റ് സോസ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ റെസിഡ്യൂ ആണ്, നമുക്ക് താഴെ വയ്ക്കാം. ഇനി ഒറിജിനൽ മയമാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ മയയും ഞാൻ ഓപ്പൺ ചെയ്തു. സോ ദിസ് ഇസ് ദ മയോ. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം റെസിഡ്യൂസൊക്കെ വെക്കുകയാണ്. സോ വി ഹാവ് 8 പീസസ് ഹിയർ. ഓൾറെഡി സ്വെറ്റിംഗ് വല്ലാണ്ട്. ഈ 8 പീസ് എത്ര നേരത്തിൽ നമ്മൾ കഴിച്ചു കൊടുക്കുന്നു, അതാണ് നമ്മുടെ ഒരു അജണ്ട. സോ ഗൈസ്, അങ്ങനെ ഞാൻ ടൈമർ സെറ്റ് ചെയ്തു. ഈ ടൈമർ നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങും. നേരെ ഞാൻ ടൈമർ നോക്കട്ടെ. ഓക്കെ അമ്മേ. സോ വൺസ് ദ സ്റ്റാർട്ട് ഇസ് പ്രസ്ഡ്, നമ്മളപ്പോൾ ഫുഡ് കഴിച്ച് തുടങ്ങും. സോ എത്ര മിനിറ്റിൽ ഇത് തീർക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പ്രേ ഫോർ മീ, ഇതൊന്നും തൊണ്ടയിൽ കുഴുങ്ങി ഞാൻ മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. സോ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ തുടങ്ങാം. ഓക്കെ, സോ ഗൈസ് ആദ്യത്തെ പീസ് എടുക്കുവാണ്. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ദ സെക്കൻഡ് വൺ. അതൊന്ന് ഇതെടുക്കാം. സോ അതും കഴിഞ്ഞു. നമുക്ക് ഈ വലിയ പീസ് എടുക്കാം. അടുത്ത ജൈഗാറ്റിക് പീസാണ്. ഗൈസ്, ഐ ഗസ് ഞാൻ ഗിവ് അപ്പ് ചെയ്യുവാണ്. എനിക്കിനി 3 പീസും കൂടെ പെൻഡിങ് ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്സ് ഐ കുഡ് ബി ഏബിൾ ടു ഫിനിഷ് ദിസ്. കാരണം ഒട്ടും പറ്റുന്നില്ല. വലിയ എന്താ പറയുക, തീയും പടയായിട്ടൊക്കെ വന്നേ ഇതൊക്കെ തീർക്കാൻ പറ്റുന്നു. പക്ഷേ ഐ ഗസ് ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഫുഡ് ചാലഞ്ച് ആൻഡ് എവറിത്തിങ്. മാച്ച് ജോണയെ പോലെയൊന്നും എനിക്ക് പറ്റുന്നൊന്നും തോന്നുന്നില്ല ഗൈസ്. ഭയങ്കര പാട്. എനിക്ക് ലൈക്ക് എന്താ പറയുക, ഇറക്കി പിന്നെ കഴിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. സോ ഗൈസ്, ഐ എം ഫീലിംഗ് ദിസ് ഗൈസ്. സോ ഗൈസ്, ഐ വാസ് നോട്ട് ഏബിൾ ടു ഫിനിഷ് ദിസ് വൺ. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ എനിക്കറിയില്ല, ഞാൻ കുറേ എക്സ്പെക്റ്റേഷനിലായിരുന്നു ഇത് യൂസ് ചെയ്തത്. എനിക്ക് ഇത്രയും പീസ് കഴിക്കാൻ പറ്റും എന്നൊക്കെ.
പക്ഷേ ഗൈസ് ഞാൻ ഫെയിൽ ചെയ്തു. എനിക്കിത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 5 പീസ് തന്നെ ആയപ്പോൾ തന്നെ നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി വരുമല്ലോ, അത് വന്നു തുടങ്ങി. അപ്പോൾ എനിക്കറിയാം ബാക്കി ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ മൊത്തം ഞാൻ ഇരുന്ന് വാള വെക്കുമെന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. സോ ഐ ഫെയിൽ ദിസ് വൺ. ഏകദേശം 8 മിനിറ്റും ആയി. എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് 3 മിനിറ്റായിരുന്നു. ഞാൻ എങ്ങനെ ഈ പണ്ടാരം 3 മിനിറ്റ് തീർക്കും ഞാൻ വിചാരിച്ചത് എനിക്ക് തന്നെ ഇപ്പോൾ ഐഡിയ കിട്ടുന്നില്ല. സോ ഞാൻ ഒരു ഒരു ഫെയിലിയറായി ഈ ഒരു ചാലഞ്ചിൽ. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ചാലഞ്ച് തന്നെ തോറ്റു പോയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാനില്ല. ഞാൻ കൈപോലും കഴിക്കത്തില്ല ഞാൻ വീഡിയോ ചെയ്തിട്ട്. സോ ഐ എം സോ ഡിപ്രസ്ഡ് ഗൈസ്. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? സിംഹവും ഇല്ല, ശ്വാസവും ഇല്ല, ഒരു ഗർജനത്തിനും ഞാനില്ല. ശരി തന്നെയാണ്, ഞാൻ തോറ്റുപോയി. എന്ന് വെച്ച് ഐ എം നോട്ട് റെഡി ടു ഗിവ് അപ്പ്. നമ്മളെല്ലാ യൂട്യൂബേഴ്സ് നോക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ഉയർച്ചകളും അവർ നേടിയതൊക്കെ ആയിരിക്കും ഇടുക. പക്ഷേ എനിക്കിവിടെ എന്തോ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി വീഡിയോ പോസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ എവിടെയോ തോന്നി ഇത് ചെയ്യണം. നമ്മളെ തോൽവികൾ വിടണം, എന്നാലേ നമുക്ക് നാളെ ജയിക്കാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ഡീമോട്ടിവേഷൻസ് കാര്യങ്ങൾ വരുമായിരിക്കും. എനിക്കറിയില്ല, ആരെങ്കിലും കണ്ടാലായിരിക്കും ചിലപ്പോൾ ഡീമോട്ടിവേഷൻ വരിക. ഇൻ കേസ് ഇപ്പോൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ് മീ. ആൻഡ് ഇതുകൊണ്ടൊന്നും തളരുന്നില്ല. ഇനി ഞാൻ വീഡിയോസ് ഇടും, ഇനി ഞാൻ വ്ളോഗ് ഇടും, ഇതുപോലെ ഇനി ഞാൻ ഫുഡ് ചാലഞ്ചസ് ചെയ്യും. ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതൊക്കെ ഞാൻ ട്രൈ ചെയ്യും. സോ ദാറ്റ്സ് മീ, ദാറ്റ്സ് സുബ്ഹാൻസ്. അതാണ് എൻ്റെ വ്ളോഗ്. സോ അടുത്ത വീഡിയോ വരെയായിരിക്കും സ്റ്റേ ട്യൂൺഡ്. ആൻഡ് അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ഫ്രം സുബ്ഹാൻസ്.